നമസ്കാരം. ഏകദേശം 400-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് വയനാട്ടിൽ നിന്ന് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇനിയും ഒട്ടേറെ പേരെ കാണാനുണ്ട്. ആ കണ്ടെടുക്കുന്നവർ കൂടി അല്ലെങ്കിൽ അവരുടെ കണക്കുകൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500-നും 600-നും ഇടയിൽ ഔദ്യോഗികമായി മരണസംഖ്യ വരും എന്നും പറയുന്നുണ്ട്. എന്നാൽ കണക്കിൽപ്പെടാത്ത ധാരാളം പേർ, എത്ര പേരുണ്ടെന്നറിയില്ല, ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തികൾ ആരും തന്നെ എത്രയുണ്ടെന്നോ എവിടെയാണെന്നോ അറിയില്ല. അപ്പോൾ ആ കണക്കുകൂടി എടുക്കുമ്പോൾ അതിഭീകരമായിരിക്കും. പക്ഷെ അവരൊന്നും തന്നെ വയനാട്ടിലെ ചുറ്റുവട്ടത്ത് ആ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് ആരും ഒരുപക്ഷെ അന്വേഷിച്ച് വന്നുകൊള്ളണമെന്നുമില്ല. എന്നാൽ ഭീകരമായ ഒരു നഷ്ടമാണ് വയനാട്ടിൽ നമുക്ക് സംഭവിച്ചത്. ദുരന്തം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വളരെ അടുത്ത നിമിഷത്തിൽ തന്നെ അവിടെ എത്തിയ പട്ടാളക്കാർ, നമ്മുടെ ആർമി, സേനാ വിഭാഗങ്ങളെല്ലാം അവിടെ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. അവരെല്ലാം പോയി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് കേരളത്തിന്റെ സന്നദ്ധ പ്രവർത്തകരും, നമ്മുടെ മലയാളികളായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരും, ആ പ്രദേശത്തുള്ളവരും, പിന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഒക്കെയാണ്. അവരാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് കൂടുതൽ ശരീരാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. വനത്തിൽ നിന്നും അതുപോലെ ചാലിയാറിൽ നിന്നുമൊക്കെ പുതിയ ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി അത് തുടരുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി സർക്കാരിനെ വിമർശിക്കുന്ന ഒരു രീതിയിൽ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഭക്ഷണ വിവാദം ഒഴിവാക്കി വെച്ചാൽ സർക്കാരിനെ വല്ലാതെ വിമർശിക്കുന്ന ഒരു സംവിധാനമൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള ആ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആ ധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് സത്യത്തിൽ കുറച്ച് അലോസരം ഉണ്ടാക്കിയത്. ദുരന്തത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പിരിവ് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നൊരു ആക്ഷേപം അന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മറ്റ് സർക്കാരിനെ ഒന്നും കടന്നാക്രമിക്കാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും ഈ ഒരാഴ്ച കഴിയുന്ന ഈ സന്ദർഭത്തിൽ അത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വരികയാണ്. സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ ശക്തിയുക്തം വിമർശിക്കുന്ന ചില സംഭവങ്ങൾ കൂടി കണ്ടുവരുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യവും സർക്കാരിൽ വന്നിട്ടുള്ള വീഴ്ചകളുമൊക്കെ എണ്ണി പലരും പറഞ്ഞു തുടങ്ങി. ബ്ലോഗിലൂടെയും വാർത്തകളിലൂടെയും ന്യൂസ് അവറിലൂടെയും ഒക്കെ വളരെ ശക്തമായി തന്നെ സർക്കാരിന്റെ ഈ വീഴ്ചകളെ വിമർശിക്കാനും തുടങ്ങി. ഇതിനിടയിൽ വിമർശിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, 2018 ഒരു പ്രളയം ഉണ്ടായിരുന്നു. ആ പ്രളയത്തിൽ 31,000 കോടി രൂപ വേണമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. അന്ന് കുറെ പണം പിരിച്ചെടുത്തു. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുദ്രാവാക്യം തന്നെ, സർക്കാരിന്റെ മുദ്രാവാക്യം തന്നെ റീബിൽഡ് കേരള എന്നായിരുന്നു. ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, റീബിൽഡ് കേരള എന്ന് പറയുമ്പോൾ എത്ര സ്ഥലത്ത് നിങ്ങൾ പുതിയതായിട്ട് അത് ബിൽഡ് ചെയ്തു, പുനർനിർമ്മാണം നടത്തിയത് എത്ര സ്ഥലത്ത് ചെയ്തു, എത്ര തുക ചെലവഴിച്ചു എന്നതിന് കണക്കുണ്ട്. ആർക്കൊക്കെ ആണ്, എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചത് എന്നതിന്റെ കണക്കാണ് ഇല്ലാത്തത്. അതായത് പിരിച്ച പണത്തിന്റെ കണക്കുണ്ട്, ഓരോ വകുപ്പിലേക്കും ഓരോ മേഖലയിലേക്കും അത് ചെലവഴിച്ച കണക്കുണ്ട്. പക്ഷെ ഇന്ന വ്യക്തിക്ക് ഇത്ര കൊടുത്തു, ഇത്ര രൂപ കയറ്റി ഇന്ന പണി ചെയ്തു എന്ന ഒരു കണക്ക് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ആ ഫയൽ അവിടെയാണ്, ഈ ഫയൽ ഇവിടെയാണ് എന്നൊക്കെയാണ് വിവരാവകാശ മറുപടി കിട്ടുന്നതെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേ സാഹചര്യം തുടരുമ്പോൾ ഇവിടെ വയനാട്ടിൽ അന്ന് 31,000 കോടിയാണ് 2018 വെള്ളപ്പൊക്കത്തിൽ ആവശ്യമായി വരും എന്ന് മുഖ്യമന്ത്രിയും പരിവാരങ്ങളെ കണക്കുകൂട്ടി പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ വയനാട്ടിൽ 1000 കോടി വേണ്ടി വരും എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് പുത്തുമലയിലും കവളപ്പാറയിലും നടന്ന അപകടത്തിൽ അവിടെ പുനരുദ്ധാന പ്രവർത്തനങ്ങളല്ല നടന്നത്. അന്നത്തെ കല്ലും മണ്ണും എല്ലാം കൊണ്ട് അവിടെ ഇനിയൊരു പുനരുജ്ജീവനം സാധ്യമല്ലാത്ത വിധം ആ ഭൂപ്രകൃതിയുടെ രൂപഘടന തന്നെ മാറിപ്പോയി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുഞ്ചിരിമട്ടത്തും അതുപോലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭൂമിയുടെ ഘടന തന്നെ മാറിപ്പോയത് കൊണ്ട് ഇനി ആ ഭാഗത്ത് ഒരു നിർമ്മാണം നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായെന്നോ, എത്ര പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നോ, എത്ര പേർക്ക് പുതിയതായി വീട് വെച്ച് കൊടുക്കേണ്ടി വരുമെന്നോ, എത്ര പേർക്ക് സ്ഥലം വാങ്ങേണ്ടി വരുമെന്നോ ഒന്നും ഒരു കൃത്യമായ കണക്കെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. ഈ കണക്കെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് 1000 കോടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ കണക്കാക്കി എടുത്തത് എന്ന് അറിയാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം, 500-ൽ താഴെ വീടുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്. ഈ 1000 കോടിയുടെ കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും പണം തരൂ എന്ന് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ ഒരു കണക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യം ചെയ്യുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം തന്നെ ആ ദുരന്ത സ്ഥലത്ത് നിന്ന് ഓടിച്ചത് മുസ്ലിം യൂത്ത് ലീഗിനെയാണ്. അവരുടെ വൈറ്റ് കാർഡ് എന്ന ആ ഭക്ഷണം കൊടുക്കുന്ന, സൗജന്യമായി ഭക്ഷണം കൊടുത്തിരുന്ന ദുരന്തമുഖത്ത് വന്നു മുതൽ അതുവരെ
മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന, സൗജന്യമായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അവരെയാണ് ആദ്യം ഓടിച്ചു വിട്ടത്. അതിനുശേഷം അവിടെ ഭക്ഷണത്തിന് പ്രതിസന്ധി ഉണ്ടായതും അതുപോലെ ഭക്ഷണം കിട്ടാതെ സർക്കാരിനെ പഴിക്കുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നതാണ്. ഇവിടെ ദുരന്തമുഖത്തായാലും മറ്റെവിടെയായിരുന്നാലും സർക്കാർ നേരിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് സർക്കാരിന് പണം അടിച്ചു മാറ്റാൻ കഴിയുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായ സമയത്ത് അവിടെ ആ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഏർപ്പെട്ടിരുന്ന വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് ഭക്ഷണം കഴിച്ച വകയിൽ 18 ലക്ഷം രൂപയാണെന്ന് എഴുതിയെടുത്തത്. അപ്പോൾ അത്തരത്തിൽ ഒരു പണം, ഭീമമായ ഒരു തുക എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വയനാട്ടിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ യൂത്ത് ലീഗ് കൊടുത്താലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനയിൽ ഭക്ഷണ വിതരണം നടത്തിയാലോ അതൊക്കെ പരിശോധിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളം മാത്രം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നതല്ലാതെ അവർക്ക് വെട്ടിച്ചെടുക്കാനോ അല്ലെങ്കിൽ എഴുതിയെടുക്കാനോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇവിടെയും ഭക്ഷണത്തിന് സർക്കാർ ഇത്ര കൊടുത്തു, ജില്ലാ ഘടകം ഇത്ര കൊടുത്തു, അത് ഓരോ വിഭാഗത്തിനും ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകൾ വെച്ച് വലിയ ഭീമമായ സംഖ്യ തന്നെ എഴുതിയെടുക്കാൻ പറ്റും. കാരണം ബ്രഹ്മപുരത്തെക്കാളും വലിയ അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും 3, 4, 5 അല്ലെങ്കിൽ ഒരാഴ്ചയോ സമയമെടുത്താലും വളരെ ഭീമമായ ഒരു തുക എഴുതിയെടുക്കാൻ സാധിക്കും. നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയുള്ള തുക എന്ന് പറഞ്ഞത് 232 കോടി രൂപയാണ്. ഇപ്പോൾ ഈ ദുരന്തം തുടങ്ങിയത് ശേഷം, അതായത് വയനാട്ടിലെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം 285 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത്. ഏകദേശം 500 കോടിയിലധികം രൂപ അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ ഖജനാവിലുണ്ട്, നിലവിൽ തന്നെ ഉണ്ട്. ഇപ്പൊ പിരിഞ്ഞു കിട്ടിയതും നേരത്തെ ബാക്കിയുള്ളതും കൂടി അതിന്റെ 4-1 തുക പോലും വേണ്ട ഇപ്പൊ വയനാട്ടിലുണ്ടായ ഈ ഭവന നഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിനുവേണ്ടി ഒരു പിരിവ് പിരിക്കേണ്ടതില്ല, നിലവിൽ ഒരു പിരിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. കാരണം നിലവിൽ 500-ലധികം വീടാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളതെങ്കിൽ മുസ്ലിം ലീഗും അതുപോലെ കർണാടക സർക്കാരും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും അതുപോലെ ശോഭാ ഗ്രൂപ്പും അടക്കം കുറെ പേർ അവർ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വീടിന്റെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഇപ്പൊ നിലവിൽ ആവശ്യമുള്ള വീടിന്റെ ഇരട്ടിയിലധികം വരും. അപ്പോൾ സർക്കാർ അത് നോക്കേണ്ടതില്ല. അവരുടെ ആ ഒരു പണം കോർഡിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് 1, 2, 3 സ്ഥലത്ത് സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യമായ തുക ഈ തുക കൊണ്ട് മാത്രം കണ്ടെത്താനാകും എന്നുള്ളതാണ് വസ്തുത. അതായത് വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം കണ്ടെത്തേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ആശുപത്രിയും സ്കൂളും ഒക്കെയാണ് നിർമ്മിക്കേണ്ടത്. അതിനുള്ള ഫണ്ട് നിലവിലുണ്ട്. പക്ഷെ ഇവിടെ വീട് നിർമ്മിച്ചു കൊടുത്തെങ്കിലേ പണം കിട്ടുള്ളൂ. നമുക്കറിയാം, ബൈത്ത് റഹ്മ പോലുള്ള വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത് 10-12 ലക്ഷം രൂപയ്ക്കാണ്, 12-14 ലക്ഷം രൂപയ്ക്ക് നല്ല വീടുകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലുള്ള വീടുകളായിരിക്കും ഈ സ്വകാര്യ വ്യക്തികളും ഇതുപോലുള്ള സംഘടനകളും ചെയ്തു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ സർക്കാരിന്റെ കണക്കിൽ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡിന് 8-10 ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ 4 ലക്ഷം രൂപയാണ് അതിന്റെ വകയിരുത്തലായിട്ട്, വീടിന്റെ വകയിരുത്തലായി കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ പിരിവ് മാത്രമേ നടക്കൂ. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് മര്യാദയ്ക്ക് ഒരു വീട് കിട്ടാൻ സാധ്യത കുറവാണ്. ഇവിടെ ഈ സന്നദ്ധ സംഘടനകളോ ഇവരാരും തന്നെ ആ ഭൂമിയിൽ വീട് വെക്കാൻ പാടില്ല എന്നൊരു തീട്ടൂരം ഇറങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ നിലവില് ഈ സർക്കാരിന് ഈ വീട് പണി നടത്താനും അതിനുവേണ്ടി പിരിവ് നടത്താനും അതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റാനും പറ്റൂ. മുമ്പ് പ്രളയകാലത്തും ഇതുപോലെ സമാന സാഹചര്യങ്ങളിലൊക്കെ സാലറി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിച്ചു പറിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഒരു പിടിച്ചുപറിക്ക് ഈ വയനാട്ടിലെ ഈ ദുരന്ത കാലത്തും അതിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോ ഈ 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് സർക്കാരിന്റെ നൂലാമാലകളും നൂൽക്കെട്ടുകളിലും ഇടയിലൂടെ എങ്ങനെയെങ്കിലും പോയി വാങ്ങുന്ന സാധാരണക്കാർ ഇവർ ശപിച്ചു കൊടുക്കുന്ന ആ പണം വെച്ചിട്ടാണ് അവർ ആ 4 ലക്ഷം രൂപയുടെ വീട് ചെയ്യേണ്ടത്. എന്നാൽ ആ സ്ഥാനത്ത് ഇഷ്ടത്തോടെ കൊടുക്കുന്ന, ദാനത്തോടെ സ്നേഹത്തോടെ കൊടുക്കുന്ന ആ പണം ഉപയോഗിച്ച് നല്ലൊരു വീട് വെക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അവർ സമാധാനത്തോടെ ഉറങ്ങും. ഇല്ലെങ്കിൽ ശാപം പിടിച്ച വീട്ടിലായിരിക്കും അവർ ഉറങ്ങുക. കാരണം പിടിച്ചു പറിച്ച് പണം കൊണ്ടാണ്, നിങ്ങളുടെ അവകാശമാണ്, സർക്കാർ നിങ്ങൾക്ക് തരുന്നതല്ല, ഔദാര്യമല്ല, അവകാശമാണെന്നൊക്കെ പറയുന്നത് പിടിച്ചു പറിച്ച് പണം കൊണ്ടാണ്. അല്ലാതെ ഈ നികുതി പണത്തിൽ നിന്ന് ബാക്കി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബാക്കി മിച്ചം വന്ന പണം എടുത്തിട്ടല്ല കൊടുക്കുന്നത്. അപ്പൊ പിടിച്ചു പറിക്കാനാണ് മനഃപൂർവ്വം ഈ ദുരന്തം ഉണ്ടാക്കിയത് എന്ന് പോലും തോന്നുന്നു. കാരണം കേന്ദ്ര സർക്കാർ 4-5 ദിവസങ്ങൾ തുടർച്ചയായി കേരളത്തിലെ ഈ വലിയ ഭീകരമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതകൾ കേരളത്തെ അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. റഹീമിന്റെ ആക്ഷേപത്തിന് മറുപടിയായി അമിത്ഷാ പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുപോലെ വയനാട്ടിൽ നിന്നുള്ള പലരും ആ ദുരന്തം നേരിട്ട് കണ്ട, അതിന് സാധ്യത കണ്ട പലരും അവിടെ നിന്ന് അത് പറഞ്ഞിട്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും മറ്റ് പ്രവചന കേന്ദ്രങ്ങളും എല്ലാം നിരന്തരം അവിടെ വലിയ ഭീകരമായ അളവിൽ അവിടെ മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകൾ മനസ്സിലാക്കിക്കൊണ്ട്
അവിടെ കവളപ്പാറയിലും പുത്തുമലയിലും വലിയ ഉരുൾപൊട്ടൽ നേരത്തെ ഉണ്ടായി വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ചൂരൽമല പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ടും അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാതിരുന്നത് പിരിവെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് ചിന്തിക്കേണ്ടി വരുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ് തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വേണം എന്ന് പറയുന്നത്. എത്ര വേണമെന്ന് കണക്ക് കൂട്ടിയിട്ടില്ലല്ലോ, പിന്നെയല്ലേ വാങ്ങുന്നേ. നിലവിലുള്ള അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള പണം എടുത്തുകൊണ്ട് സ്കൂളുകളും അതുപോലെ ആശുപത്രികൾ നിർമ്മിക്കാനുള്ള പണമുണ്ട്. അത് എത്രയും വേഗം നിർമ്മിക്കണം. അവിടുത്തെ പുനരധിവാസം സന്നദ്ധ സംഘടനകൾ മറ്റുള്ളവർ ഏറ്റെടുത്തിട്ടുണ്ട്. സർക്കാരിന് ഭാരം കുറയുമല്ലോ, ജനങ്ങൾക്കും ഭാരം കുറയും. അത് അവർ ചെയ്യട്ടെ. അതിന് സർക്കാർ നേതൃത്വം കൊടുത്താൽ മതി. അവർ തെരഞ്ഞെടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അതിന് വേണ്ട സ്ഥലം ഒന്ന് തെരഞ്ഞെടുത്ത് കൊടുത്താൽ മതി. സുരക്ഷിതമായി ഇനി ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാതെ താമസിക്കാനുള്ള സ്ഥലം സർക്കാർ തെരഞ്ഞെടുത്ത് കൊടുത്താൽ പോരെ. അപ്പോൾ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവിടെ അവർ സുരക്ഷിതമായി ഇനിയുള്ള കാലം കഴിഞ്ഞുള്ളൂല്ലോ. നല്ല അടച്ചുറപ്പുള്ള വൃത്തിയുള്ള നല്ല വീട് അവർക്ക് ലഭിക്കുമല്ലോ. അതല്ലേ നല്ലത്. അപ്പോൾ സർക്കാർ അത് അനുവദിച്ച് അതിന് നേതൃത്വം കൊടുത്ത് കൂടെ നിന്ന് എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് നല്ല അടച്ചുറപ്പുള്ള നല്ല വീട്, വൃത്തിയുള്ള വീടുണ്ടാക്കി അവരെ സുരക്ഷിതമായി അവരെ തൊഴിലും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്ത് സംരക്ഷിതരാക്കുന്നതിന് കൂട്ടുനിൽക്കാതെ പിരിവിന് മാത്രമാണ് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഇത്തരം ദുരന്തത്തിലേക്ക് തള്ളിവിട്ട് പിരിക്കാൻ വേണ്ടി അവസരം ഒരുക്കുകയായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ.